വെൽക്കം ടു അവർ ഹോം ടൂർ. എല്ലാവർക്കും നമ്മളെ ഹോം ടൂറിലേക്ക് സ്വാഗതം. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇപ്പൊ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളെ ഹോം ടൂർ ആണെന്ന്. ഹോം ടൂർ അല്ല, മെയിൻ ആയിട്ട് റൂം ടൂറും. അതായത് ഞാൻ വീഡിയോയില് കുറെ വട്ടം കാണിച്ച് എല്ലാരും ചോദിക്കാൻ തുടങ്ങി, എവിടെ എന്റെ റൂം, മണിയറ എവിടെയാണ്. ലെറ്റ്സ് ഷോ ദാറ്റ്. ഓക്കെ, ഉള്ളു പോവാ. അപ്പോൾ ഞാൻ ഇത്രയും നേരം സിനിമാറ്റിക്കലായിരുന്നു എടുത്തത്. നമ്മളത് മാറ്റിയിട്ട് സാധാ ഇതിലെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ വീട് വരുന്നത് വയനാടാണ്. വയനാട് കൽപ്പറ്റ. എല്ലാവർക്കും അറിയാം, ഇതാണ് നമ്മളെ ഏരിയ. ഇതാണ് നമ്മളെ പോര. ഈ വീടൊക്കെ എല്ലാവരും കുറേ വട്ടം കണ്ടതാണ്. എന്റെ ടോക്കിയതാ വീഡിയോയില് കറക്റ്റ് ബാത്റൂമിൽ പോണം. കൊടുക്കും അങ്ങനെ മൈക്ക് ഞാൻ വെച്ചു. ഇപ്പൊ സിറ്റ് എന്ന് പറഞ്ഞായിരിക്കും ഷുഗർ പിടിച്ചിക്കണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ വീട്. വീട് വലുതായിട്ട് കാണിക്കണോ? ഇതാണ് നമ്മളെ ഹാള്. ഇതൊക്കെ എല്ലാവരും കണ്ട് ശീലമായതാണ്. ന്യൂ ആയിട്ട് ആരെങ്കിലും നമ്മളെ ഫാമിലി മെമ്പേഴ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല. അതായത് നമ്മളെ വീട്ടിൽ മൊത്തം താഴെ നിലയിൽ 1, 2, 3 ബെഡ്റൂമാണുള്ളത്. ഇത് 2 ബെഡ്റൂമായിട്ടും ഇതിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ നിസ്കാർ റൂമായിട്ടാണ്. തുറക്കുമോ? ലൈറ്റ് ഇടുമോ? ഫസ്റ്റത്തെ സ്വിച്ച്. അപ്പം ഇത് നമ്മൾ നിസ്കാർ റൂമായിട്ടാണ് കീപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി വരുമ്പോൾ തന്നെ ഒരു സിറ്റിംഗ്, വരുന്നവർക്കൊക്കെ ഇരിക്കാനും ചായ കുടിക്കാനൊക്കെ പറ്റിയ ഒരു ഏരിയ. പ്ലാന്റ്സ്, കുറച്ച് ചെടീസ്, പിന്നെ ഇത് നമ്മളെ ഡൈനിങ്. പിന്നെ ഇതൊരു ചെറിയൊരു പോർഷൻ. ഇവിടെ ഇങ്ങനെ മീനൊക്കെ വളർത്താന്ന് ആദ്യം വിചാരിച്ചത് കോട്ടിയാട്. അവിടെ ഒരു വാഷ് സ്പേസ് കിട്ടുന്നില്ല. ഇതാണ് 2 ബെഡ്റൂം. ഇതാണ് ശരിക്കും മാസ്റ്റർ ബെഡ്റൂം, അതായത് ഉമ്മാന്റെയും ഇപ്പച്ചീന്റെയും ബെഡ്റൂം. ഇപ്പൊ നമ്മള് എന്റെ പെങ്ങൾക്ക് കൊടുത്ത് ഭാവിക്ക്. ഇത് ഇപ്പം ഇപ്പച്ചി ഉമ്മയും ഇവിടെയാണ് കിടക്കാറ്. ഇതാണ് ഓരോ ബെഡ്റൂം. ഓക്കെ, ഇവിടെ 2 അലമാരയുണ്ട്. ഈ അലമാര ഉമ്മാക്ക് ഗിഫ്റ്റ് തന്നല്ലേ 30 വർഷം മുന്നേ. 30 വർഷം എന്നെക്കാട്ടി 1 വയസ്സ് മൂത്താണ് ഇവൻ. 30 വർഷം അടുക്കള കാണാൻ വരുന്ന ഉമ്മാന്റെ കല്യാണത്തിന് അടുക്കള കാണാൻ വന്ന ചടങ്ങിന് കൊടുത്ത അലമാരയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ്. ഇതാണ് എന്റെ കല്യാണത്തിന് ഞാൻ ഇടേണ്ടിയിരുന്ന. എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എന്റെ ഡ്രസ് ഇട്ടാ. കുട്ടി ഉണ്ടാവും ഫസ്റ്റ് റിസപ്ഷൻ ഇടാൻ വേണ്ടി, 4-ാം തീയതി പരിപാടിക്ക് ഇടാൻ വേണ്ടി എല്ലാ സെറ്റപ്പും ഇടാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ല ഗൈസ്. സിബടിച്ചു ഓക്കെ, ഇനി നമ്മള് മേലോട്ട് പോവാണ്. നമ്മളെ മെയിൻ, അതായത് നിങ്ങളെല്ലാവരും കാത്തിരുന്ന എൻ്റെ മെയിൻ ബെഡ്റൂമിലോട്ടാണ് നമ്മളെ യാത്ര. ഫോക്കസ് ആവുന്നുണ്ടോ? ഓക്കെ, കമോൺ. ഓക്കെ, ഉമ്മ ഫുഡ് ആക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പം ഫുഡ് ആക്കട്ടെ. മേലത്തെ നിലയിൽ നമുക്ക് ഏകദേശം 1, 2, 3, 4 4 ബെഡ്റൂംസ് ആണുള്ളത്. പക്ഷേ ആ 2 ബെഡ്റൂമിന് മാത്രമാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളത്. ഓക്കെ, ഇത് പുറത്തോട്ടുള്ള അലക്കിയിടാനൊക്കെ പറ്റിയൊരു സ്ഥലം. ഇതാണ് ഒരു ബെഡ്റൂം. ഫുള്ളിങ്ങനെ ഇതാക്കിയിട്ടിരിക്കാം. ഇവിടെ നമുക്ക് നേരെ പുറത്തോട്ട്, അതായത് ബാൽക്കണിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റും. വണ്ടർഫുൾ വ്യൂ ആണ് നമ്മുടെ ബാൽക്കണി എന്നുള്ളത്. കൊള്ളാലേ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഇനി നമ്മള് ഇതെന്റെ റൈഡിങ് റൂം. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മളെ ബിഹൈൻഡ് ദി വുഡ്സിന്റെ ഇന്റർവ്യൂ ഒക്കെ ഇവിടെ നിന്നാണ് കഴിഞ്ഞത്. സെറ്റപ്പ്
റഷ്യക്ക് പോകാനുള്ള പെട്ടിയൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനിയാണ് ദാ അവർ ഉമ്മാന്റെ ഫോൺ. ഓക്കെ, ദ റിവീലിംഗ് അവർ റൂം. ഇതാണ് അനിയൻ്റെ റൂം. എൻ്റെ തുറക്കെ. ദിസ് ഈസ് അവർ മണിയറ. ലേറ്റ് ഇടാനായില്ല. അതായത് ആൾക്കാർക്ക് ഈ റൂമിൻ്റെ ഒരു അതായത് വൻ സെറ്റപ്പ് ഉള്ള റൂമാണെന്നൊന്നും ഞാൻ പറയണില്ല, എന്നാലും കുഴപ്പമില്ല. ഡ്രീം ആയിട്ട് എന്തപ്പോ ആദ്യത്തെ ലേറ്റ് ഇട്. ഇവിടുന്ന് ഇട്ടോ തുടങ്ങിക്കോ. ലേറ്റ് സ്വിച്ച് ഇട് പെണ്ണ്. ഇവിടെ വേണ്ട, അവിടെ ഇട്ടോ എന്നാലും ആദ്യം. ഓക്കെ, ഫസ്റ്റത്തെ സ്വിച്ച്. ഓക്കെ, ഒരു ലൈറ്റ് വന്നു. ഇനി അടുത്ത അതിവിടെ, ബാക്കി ഇവിടെ അവിടെ ഫസ്റ്റത്തെ സ്വിച്ച് ഇടല്ലേ. ഓക്കെ, അടുത്ത ഓക്കെ. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ സ്വിച്ച് അല്ല മൂന്നാമത്തെ സ്വിച്ച്. ആഹാ, ഇനി ഫസ്റ്റത്തെ സ്വിച്ച്. യെസ്. അപ്പം ഇതാണ് നമ്മളെ ഫുൾ ലൈറ്റ് ട്ടാ. ഈ റൂമിൻ്റെ ഫുൾ ലൈറ്റ് ഇതാണ് വരുന്നത്. ഇനി മാഡം കുറച്ച് നേരം ക്യാമറ ഓടിക്കാം, കാരണം ഈ റൂം സെറ്റാക്കി ഞാനാണ്. ഈ റൂം സെറ്റാക്കാൻ കണ്ടാൽ നിങ്ങൾക്ക് വലിയ സെറ്റപ്പ് ഒന്നും തോന്നൂലെങ്കിലും ആദ്യം എല്ലാം ഒന്ന് കാണിക്കാം അല്ലേ. ഓക്കെ, നമ്മൾ ഇവിടെ ചെയ്ത വർക്കുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ വർക്ക് ചെയ്തത് ഈ മേലെ കാണുന്ന ജിപ്സം ബോർഡില്ലേ, ഈ കാണുന്ന ജിപ്സം ബോർഡാണ് മൊത്തത്തിൽ സെറ്റ് ചെയ്തത്. അത് സെറ്റ് ചെയ്യാൻ എനിക്ക് ആയത് 8000 രൂപയാണ് ഈ കാണുന്ന ജിപ്സം ബോർഡ്. കാരണം ഈ വീഡിയോ ഇങ്ങനെ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങോട്ട് ഈ വീഡിയോ ഇങ്ങനെ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളവർ, റൂം സെറ്റപ്പ് ആക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ എന്താക്കും, ഇത് വെയിറ്റ് ചെയ്യാൻ അവർക്ക് ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് എത്രയെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പം ഈ ജിപ്സം ബോർഡ് 8000 രൂപയ്ക്കാണ് റെഡിയാക്കിയത്. അതിന്റെ ഫ്രണ്ട് മുഖേന ആയതുകൊണ്ടാണ് ഇത്ര കുറഞ്ഞു കിട്ടിയത്. നിങ്ങൾ പുറത്ത് ഹെൽപ്പ് ചെയ്യാൻ കുറച്ചുകൂടി റേറ്റ് കൂടും. ഓക്കെ, ആ ഒരു മേലെ അത് പോർഷൻ. പിന്നെ നമ്മളോട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാ, ഇത് എന്തോ പുട്ടി ടെസ്റ്റർ എന്ന് പറഞ്ഞോ അങ്ങനെ എന്തോ ഒരു സാധനമാണ്. അതാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് കറക്റ്റാണ്. അതാണ് ഇവിടെ മൊത്തം നമ്മൾ തേച്ചിട്ടുള്ളത്. ഇത് പ്ലൈവുഡ് ആണ്. ഈ സാധനം പ്ലൈവുഡ് ആണ്. അതിന് കുറച്ച് സിൽവർ ലൈൻസ് ഒക്കെ കൊടുത്ത്, പിന്നെ അവിടെ ഒരു മിറർ കൊടുത്ത്, ഈ കാണുന്നൊക്കെ LED സ്ട്രിപ്സ് ആണ്. ചാനലൊന്നും ഇട്ടിട്ടില്ല, വെറും LED സ്ട്രിപ്പ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുക. ചാനൽ ഇട്ടത് മേലെ ഭാഗം മാത്രമാണ്. ആ ശിങ്കു, നീ ക്യാമറ ശ്രദ്ധിക്കൂ, ഞാൻ പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ ക്യാമറ ശ്രദ്ധിക്കൂ. ഇപ്പൊ 0.5 അത് കാണിച്ചു കൊടുത്തേ, അത് സൂം ചെയ്തിട്ട് കാണിച്ചു കൊടുക്കേ. അതല്ലേ അതിനാണ് ചാനൽ എന്ന് പറയാ. LED ലൈറ്റ് വിത്ത് ചാനൽ. LED ലൈറ്റ് വിത്ത് ചാനൽ. അത് തന്നെ, അങ്ങനെ യെസ്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാൻ സിൽവർ കോട്ടിങ് ഉണ്ട് എന്ന് പറയുമ്പോൾ സിൽവർ കോട്ടിങ്ങിലോട്ട് സൂം ചെയ്യാം. ശരിക്കും ഇങ്ങനെ പഠിച്ചു വരികയുള്ളൂ കേട്ടോ. അപ്പം ഇത് ചെയ്തു. പിന്നെ ഇത് നമ്മൾ കുഷ്യൻ പുറത്തുനിന്ന് ചെയ്താണ്. 3000 സംതിങ് രൂപ ഇതിന്. 3000 രൂപ തന്നെ. പിന്നെ ബെഡ് ഇതൊക്കെ പറഞ്ഞുതരാം. പിന്നെ അലമാര ഇതാ 0.5 ഇട്ടിട്ട് ബാക്കോട്ട് നിന്നു. ഇതാണ് നമ്മളെ അലമാര. 3 ഡോറാണ്. ഇതൊക്കെ നമ്മളെ പിന്നെ ചെക്കൻ വന്നിട്ട് മുനവർ വന്നിട്ട് സെറ്റ് ചെയ്ത് അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. പിന്നെ അതുപോലെ ചെയ്തത് കർട്ടന് വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് ആണ് അവിടെ. പിന്നെ ഇനി ഇങ്ങോട്ട് പോകും. അതായത് ഇവിടെ ഇപ്പൊ ഒരു ഡോർ ഉള്ളതായി തോന്നുന്നുണ്ടോ വീഡിയോയില്? ഇത് നമ്മളെ ബാത്റൂമിലോട്ടുള്ള ഡോറാണ്. ഇതിന് എന്തെങ്കിലും പേര് പറയാ, ഞാൻ മറന്നുപോയി. ഇങ്ങനെ ബാത്റൂം ഇതിന്റെ ഉള്ളിലോട്ടാണ്. അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി ആദ്യമായിട്ട് വരുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോ അവർ കുറെ തപ്പി, അവർ ഐഡന്റിഫൈ ചെയ്തെന്ന് വെച്ചാല് ചവിട്ടി ഉള്ളതുകൊണ്ടാണ്. ഓ, ചവിട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ആ, പിന്നെ ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഇത് കാണുന്നില്ല, എന്നാലും പെട്ടെന്ന് ലൈൻ പിടിക്കൂല. ആദ്യമായിട്ട് ഈ വീട്ടിൽ കയറി വരുന്ന ഒരാൾക്കും അത് മനസ്സിലാവില്ല. പിന്നെ ബെഡ്, ബെഡും കർട്ടനും ഏതാ ബെഡ് എനിക്കട്ടെ. ബെഡൊന്നും നമ്മൾ മൊത്തം പൊളിച്ചിട്ടില്ല. ബെഡും അതായത് സ്പ്രിംഗ് ക്ലൗഡ് എന്ന് പറഞ്ഞ കമ്പനി കണ്ട,
ഇതൊക്കെ ഇവിടെ കാണിക്കും. ഇവിടെ ഉണ്ടല്ലോ. സ്പ്രിംഗ് ക്ലൗഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബെഡാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് കേട്ടോ. ഞാൻ നമ്മളെ ജർമ്മൻ ബെഡ്, എമാ ബെഡൊക്കെ ആദ്യം നോക്കാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് തോന്നിയത് എനിക്ക് ഈ ബെഡാണ്. നല്ല കുഷനും നല്ല കാര്യങ്ങളുണ്ടും. അപ്പം അതും കർട്ടനും ചെയ്തത് നമ്മളെ ഒരു ടീമാണ്. ആ ടീമിന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ തരാം. കാരണം കർട്ടൻ നിങ്ങൾ കാണുന്ന പോലെയല്ല, 2 ലെയർ ഓഫ് കർട്ടനാണ്. ആദ്യം ഇങ്ങനെ, ഇത് റിമോട്ടൊക്കെ ടൈപ്പ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് കിടന്നിട്ട് റിമോട്ടിൽ നിൽക്കാൻ തന്നെയാണ്. അതിനെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇതാകുമ്പോൾ നോർമൽ റേറ്റിന് നമ്മൾ കർട്ടന്റെ വലിപ്പം ശരിക്കും നമ്മൾ ഇത് ഇത്ര വലിപ്പമേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ സെറ്റ് ആക്കുമ്പോൾ ഇല്ലിട്ട് ഈ റൂമിൽ ഇല്ലാതായി പോയത് ഒറ്റ ഒരു സാധനമാണ്, AC. പക്ഷെ AC വേണ്ടല്ലോ. ഇപ്പൊ മഴക്കാലമായതുകൊണ്ട് AC വേണ്ട. പക്ഷെ ഇനി AC എവിടെ വെക്കും എന്നാണ് പ്രശ്നം. അപ്പൊ അത് നമ്മളിങ്ങനെ ഡൗട്ടിലടിച്ചിരിക്കുകയാണ്. അപ്പൊ കർട്ടൻ അടിപൊളിയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താറിയാം, ഈ മെറ്റീരിയൽ വന്നോക്ക്. ജസ്റ്റ് സൂം വേണം. ഇത് വേണ്ട, എടുത്തു വന്നാലും മതി. നല്ല മെറ്റീരിയൽ, ഇത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ. അപ്പം കർട്ടൻ ആരെങ്കിലും അടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ ഈ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ ചെയ്തോളി. അതുപോലെ തന്നെ ബെഡ്, പില്ലോ, അങ്ങനത്തെ എല്ലാ ഐറ്റംസും. ബെഡിന്റെ ഒന്നും വലിയ റേറ്റ് ഒന്നും ആയിട്ടില്ല. എത്രയാണ് ബില്ലുണ്ട്, ഞാൻ നോക്കിയിട്ട് ചിലപ്പോൾ ഇതിൽ എഴുതിയിടാം. ഈ റൂം മൊത്തം ഇത് പണിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചെലവായത് 1,20,000 രൂപയായിരുന്നു. കേൾക്കും എക്സ്പെൻസീവ് ആയിട്ട് തോന്നും. പക്ഷെ 1,20,000 രൂപ. നമുക്ക് മെറ്റീരിയലിന് വന്നത് ഏകദേശം 1,00,000 രൂപന്റെ അടുത്ത് സാധനത്തിന് വിലയായി. എല്ലാം കേട്ടോ, ഈ ലൈറ്റ്, എല്ലാ മെറ്റീരിയലും എല്ലാം, പിന്നെ പണിക്കൂലി അടക്കം മൊത്തം 1,20,000. 90 എത്രയാണ്, 95 എങ്ങനെയാണ് മെറ്റീരിയൽ മൊത്തമായത്. 1,20,000 മൊത്തം ടോട്ടൽ ചെലവ് 1,20,000 ഈ റൂം മൊത്തം പണിഞ്ഞെടുക്കാൻ ആയത്. പിന്നെ ഈ റൂമിന്റെ അഭിപ്രായം നിങ്ങൾ പറയാ. ശിങ്കുവിനോട് ചോദിക്കാം. ശിങ്കു, നിന്റെ അഭിപ്രായം പറയൂ. എനിക്ക് റൂം നല്ല ഇഷ്ടമായി. കാരണം സ്റ്റാൻഡേർഡ് റൂമാണ്. പിന്നെന്താ, പിന്നെ എല്ലാവരും അഭിപ്രായം പറയാ, കമന്റ് ചെയ്യാ. ഇങ്ങനെ കാണുമ്പോ ഒരു സ്റ്റാൻഡേർഡ് റൂം ഉണ്ട്. അതായത് ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തറിയോ, ഈ ലൈറ്റിംഗ് കൊടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട വൈറ്റും പിന്നെ ഒരു ഐവറി ആയിട്ട് ഒരു കോംബോ ഇല്ലേ, അതാണ് എനിക്ക് ഇഷ്ടമായത്. നല്ല നമ്മൾ അതും മിക്സ് ചെയ്തപ്പം നല്ല ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ബോറടിക്കൂല. എത്ര കാലങ്ങളായാലും ഈ റൂമിൽ ബോറടിക്കൂല. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് കളർ മിനിമൽ ആയിരിക്കണം. കുത്തനെ കളേഴ്സ് ഒന്നും വേണ്ട. വൈറ്റ് പിന്നെ മിനിമൽ ആയിട്ടുള്ള കളർ. വീട്ടിൽ വന്നപ്പോഴും അവിടുത്തെ കസിൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. റൂം ഇഷ്ടമായോ? അത് ഞാൻ ചോദിച്ചില്ലല്ലോ. ഇഷ്ടപ്പെട്ടവർക്ക്, വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? ഓ, റിസോർട്ട്, നമ്മളിത് റിസോർട്ട് ആക്കിയിട്ട് മൊത്തത്തിൽ റെന്റിന് കൊടുക്കാനുള്ള പരിപാടിയാ. പിന്നെ ഇത് ശിങ്കുവിന് മേക്കപ്പ്, ഇതാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ട്. അതായത് ഞാന് ഒരു സ്ഥലത്ത് പോവാണെന്ന് വിചാരിച്ചോ, 3/4 മണിക്കൂർ ഇവിടെ, ഞാൻ 2 മിനിറ്റ് കൊണ്ട് റെഡിയാവും. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് മേക്കപ്പിന്റെ ഐറ്റംസ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ വലിച്ചിടുന്നില്ല. പിന്നെ ഈ ഡോറ് ശിങ്കുവിന്റെ ഡോറാ. ഈ 2 ഇതും അത് തുറക്കാൻ പറ്റുമോ? ജസ്റ്റ് ഫുള്ള് വേണ്ട മേക്കപ്പിന്റെ സാധനങ്ങൾ, ബാഗ്, അത് ഇത്, പിന്നെ അതിന്റെ ജുഗ്. ഇതാണ് ഇങ്ങനെ കേട്ടോ ഇത് വരുന്നത്. വേണേ എൻ്റെ തുറന്നോ, എനിക്ക് കുഴപ്പമില്ല. അതാണ് ദിസ് ഇസ് മൈ കുറച്ച് എന്താ ഭാര്യ, ഇതൊക്കെ ഒന്ന് മടക്കി വെച്ചു. ഞാൻ മടക്കി വെച്ചപ്പോ ഇന്നലെ കുത്തി മറിച്ചതാണ്. സോറി. അപ്പം ഇതാണ് നമ്മളെ ഒരു ഏരിയ. പിന്നെ ഞാൻ ഇങ്ങനെ സെൽഫും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് പാസ്പോർട്ടും ഇതൊക്കെ വെക്കാൻ. ആരും ഇത് സ്വർണ്ണാന്ന് വിചാരിക്കരുത്. ഇതെന്താ സാധനം? പിന്നെ പൂട്ടൊക്കെ ഇട്ടിട്ടുള്ള സ്വർണ്ണതാ. ഇതെന്താ സാധനം? ഇത് മാല. എന്തിന്റെ? ഞാൻ ഷീനിന്ന് വാങ്ങിച്ച. പിന്നെ ഒരു കാര്യം, എല്ലാവരും എന്റെ ഡ്രസ്സ് കൊറേ പേരൊക്കെ കമന്റിൽ ചോദിച്ചു എവിടുന്നാണ്. അത് ഷീൻ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അതിന്ന് ഓർഡർ ചെയ്തു. ദുബായിലല്ലേ കിട്ടും? ദുബായിലും പുറത്തൊക്കെ കിട്ടും. പക്ഷെ ഇപ്പൊ നാട്ടില് കിട്ടുമായിരുന്നു. ബാനഡാ. ഞാന് അപ്പൊ എന്ത് ചെയ്ത്, ഇവിടുന്ന് ഇവര് പൈസ അയച്ചു കൊടുത്ത് എന്റെ ഇക്കാക്ക അവിടുന്ന് കൊണ്ടുവന്ന്. എന്റെ ഇക്കാക്കും എല്ലാവരും ദുബായിലാണ്, അപ്പൊ അവര് അവിടുന്ന് കൊണ്ടുവന്നു.
അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ റൂം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. LED സ്ട്രിപ്പ് എങ്ങനെ വെച്ചെന്ന് ഇതാ കാണിച്ചു തരാം. ഇങ്ങനെ കേട്ടോ LED സ്ട്രിപ്പ് വെച്ചിരിക്കണത്. LED സ്ട്രിപ്പിന് എന്തോ പ്രശ്നമുണ്ട്, ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒട്ടിച്ചൊക്കെ കൊടുക്കും. ഫുള്ള് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ഈ റൂം ചൂടായില്ലേ, ഭയങ്കര ഹോട്ടായില്ലേ. AC ഇടണം തോന്നില്ലേ, ഫാൻ ഇടണം. ഞങ്ങൾ ഒരു ടേബിൾ ഫാൻ അല്ല പെഡസ്ട്രിയൻ ഫാൻ അല്ലേ, അത് വാങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതാണ് ഞങ്ങളെ ബാത്റൂം. ഇവിടെ ഒരു LED ഉണ്ട് കേട്ടോ, അത് പറയാം. അപ്പൊ എല്ലാരും അഭിപ്രായം പറയാം, കമന്റ് ചെയ്യാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയാം. അപ്പം ഇതാണ് നമ്മളെ റൂം കേട്ടാ. താങ്ക് യു സോ മച്ച്. അതുപോലെ ഈ വർക്ക് എടുത്ത ആളെ നമ്പറും ഞാനിവിടെ കൊടുക്കട്ടോ, ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിച്ചോളി. ഈ പിന്നെ ഫ്ലൈവുഡിൻ്റെ വർക്ക് എല്ലാം എടുത്തത് നമ്മളെ മുനിവറാണ്. മുനിവറിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാം. നല്ല വർക്കായിരുന്നു. പിന്നെ കർട്ടൻ്റെതും ബെഡിൻ്റെതും. ഓക്കെ ഓൾ ഇന്ത്യ ലെവലിൽ അവർക്ക് ഡെലിവറി ഉണ്ട്. ഈ ബെഡും കർട്ടനൊക്കെ ഒരു വീട്ടിൽ വന്നിട്ട് ചെയ്തു തരും. ഓൾ കേരള ആണെങ്കിൽ ഒരു വീട്ടിൽ വന്നിട്ട് ചെയ്തു തരും. ഓക്കെ, ബൈ.